എന്നാലും ബിഗ് ബോസിലുണ്ടെങ്കിൽ കുറച്ച് പേര് ശ്രദ്ധിക്കാതെ വിട്ടൊരു കാര്യമായിരുന്നു ഇത്. കണക്ക് മോഹൻലാൽ അനുമോളുടെ അടുത്ത് സംസാരിച്ച രീതി, അതോടെ തന്നെ അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ച രീതി ഉണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസമായിരുന്നു. അനുമോളുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര മോശമുള്ള കാര്യങ്ങളൊക്കെ വായിന്ന് വരും. അത് നോർമലുള്ള കാര്യം തന്നെയാണ്, നമുക്കറിയാം. എന്നാൽ പോലും അനുമോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക. അതേ സമയത്ത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് ഇന്നലെ കണ്ടു. അതിലുണ്ടെങ്കിൽ ടാസ്കിൻ്റെ കാര്യം തന്നെയാണ്. ഇതേ കണക്ക് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ ടാസ്കിൻ്റെ ഇടയിൽ സാരി കൊടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുന്നത്. ആ സമയത്ത് പറഞ്ഞ് തനിക്കുണ്ടെങ്കിൽ അത് ചുമന്ന സാരി ആയതുകൊണ്ട് തന്നെ ആ ബോൾ വരുമ്പോഴത്തേക്ക് തറയിലെങ്ങാനും വീണ ചുമപ്പ് സാരി ആയതുകൊണ്ട് തന്നെ അത് മറച്ചെടുക്കാനോ അല്ലെങ്കിൽ വെക്കാനോ ഈസിയാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് അക്ബർ ഇതേ കണക്കുണ്ടെങ്കിൽ പിറകെ വന്ന് നിൽക്കുമ്പോൾ ഈ ബസ്സിൽ ആൾക്കാരൊക്കെ വന്ന് നിൽക്കാറില്ലേ, അതുപോലാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ കേട്ടപ്പോഴേ മോഹൻലാൽ പറയുന്നത് അങ്ങനത്തെയുള്ള സംസാരമൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നത്. അതേ സമയത്ത് അക്ബർ പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് അനുമോക്ക് സാരി ഇട്ടുകൊണ്ട് വന്നാലില്ല, ഇതേ കണക്ക് സാരി ഊഴിപ്പോയി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാതെ പറയുന്ന ഒരു കാര്യം അങ്ങനെ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും അനുമോൾ നല്ല ആളാണെന്ന് പറയത്തില്ല, പക്ഷേ എന്നാൽ പോലും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് എന്തും പറയാം. അനുമോൾ പറഞ്ഞ ഇതേ കണക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല.